തൃശ്ശൂർ കൊടുങ്ങല്ലൂരിൽ ഒരു വീട്ടമ്മ ആത്മഹത്യ ചെയ്യുണ്ടായി. കാരണം മൈക്രോ ഫിനാൻസ് ആണ്. ഓക്കെ, ഇവർക്ക് ഓൾറെഡി കുറേ ലോണുകളൊക്കെ ഉണ്ട്. ഹൗസിംഗ് ലോൺ ഉണ്ട്, അതുപോലെ തന്നെ ബൈക്കിൻ്റെ ലോൺ അങ്ങനെ എടുത്തിട്ടുണ്ട്. അതല്ലാതുണ്ട് പേഴ്സണൽ ലോണും അങ്ങനെ എന്തോ ലോണുകളും എല്ലാം ഉണ്ട്. ഓക്കെ, പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവസാനം അവർക്ക് പൈസ അടയ്ക്കാൻ പറ്റാതെ വന്നു. ഓക്കെ, അതായത് അടവ് മുടങ്ങിയപ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും കളക്ഷൻ എക്സിക്യൂട്ടീവ് ഉണ്ടല്ലോ, അതായത് ഈ പൈസ റിക്കവറി ചെയ്യുന്ന ആളുകളുണ്ട്, അതല്ലാണ്ട് കളക്ഷന് വരുന്ന ആളുകളുണ്ട്. ഇവർ വീട്ടിൽ വന്ന് ഇരിക്കാൻ തുടങ്ങി. അപ്പം സ്വാഭാവികമായിട്ടും ഇവർക്കതൊരു ബുദ്ധിമുട്ടാണ്. ഓക്കെ, വീട്ടിൽ വന്നിരിക്കും, അവർ സംസാരിക്കും, സ്വാഭാവികമായിട്ടും വാക്ക് തർക്കം ഉണ്ടാവും. ഓക്കെ, അവസാനം ഇവർ ആത്മഹത്യ ചെയ്യാണ് ഉണ്ടായത്. അതുപോലെ വേറൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഇന്ന് വന്നൊരു ന്യൂസാണ്. ഇങ്ങനെ കളക്ഷന് പോയ ഒരു സ്ത്രീയെ, ഓക്കെ, വേറൊരാൾ, എനിക്ക് തോന്നുന്നത് വെഹിക്കിൾ ലോണാണ്, അദ്ദേഹം ആക്രമിച്ചു. ഇങ്ങനെ അടവ് മുടങ്ങി ചോദിക്കാൻ ചെന്നതാണ്. ഓക്കെ, അടവ് മുടങ്ങി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ കളക്ഷൻ എക്സിക്യൂട്ടീവുമാർ ചെല്ലും. കളക്ഷൻ എക്സിക്യൂട്ടീവ് അല്ലെന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പ് മാനേജർ, ഇങ്ങനെയുള്ള പേരുകളിലൊക്കെയാണ് ഇവർ അറിയപ്പെടുന്നത്. ഓക്കെ, റിലേഷൻഷിപ്പ് മാനേജർ എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, ആ മാനേജറിനുള്ള പേര് മാത്രമേ ഉള്ളൂ. ഇവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇതാണ്, പോയി കളക്ഷൻ അത് പിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, കളക്ഷൻ എടുക്കുക, പിന്നെ റിക്കവറി എന്ന് പറഞ്ഞ വേറൊരു ടീമുണ്ട്. അവരുടെ ഡ്യൂട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് ഈ മറ്റേ മുടങ്ങിയ അടവുകൾ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഈ മാനേജർ എന്നൊക്കെ ഉള്ളത് പേരിൽ മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത കാര്യം, ഒന്നാമത് ഈ രണ്ടാമത്തെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ആക്രമിക്കുകയാണ് ഉണ്ടായത്, ആ സ്ത്രീയെ. ഓക്കെ, കളക്ഷന് വന്ന സ്ത്രീയെ ആക്രമിക്കുകയുണ്ടായി. സ്വാഭാവികമായിട്ടും അത് അവരുടെ ഡ്യൂട്ടിയാണ്. എന്താണെന്നുള്ളത്, അടവ് മുടങ്ങി കഴിഞ്ഞാൽ അത് ചോദിച്ചു ചെല്ലും. ഓക്കെ, അത് അടച്ചേ പറ്റത്തുള്ളൂ. ഈ മറ്റേ സ്ത്രീ ആത്മഹത്യ ചെയ്ത കേസ് നോക്കിയാലും അവർക്കത് അടയ്ക്കാൻ പറ്റിയില്ല. അത് അടയ്ക്കാൻ പറ്റും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ലോൺ എടുക്കാവൂ. ഓക്കെ, അപ്പം നിങ്ങൾ ആലോചിക്കും, എന്നാൽ പിന്നെ ഈ പാവപ്പെട്ടവരാണല്ലോ ലോൺ എടുക്കുന്നത്, ചിലപ്പം അടയ്ക്കാൻ പറ്റിയതൊന്നും വരില്ല. പക്ഷെ അവിടെയാണ് ഒരു പ്രശ്നം. ഈ ലോൺ കൊടുക്കുന്നതിന് മുമ്പേ പറയുന്നുണ്ട്, ഇവരോട് പറയുന്നുണ്ട്, അടവ് മുടങ്ങാൻ പാടില്ല, ഒരു കാരണവശാലും അടവ് മുടങ്ങാൻ പാടില്ല. നിങ്ങൾ എവിടെ നിന്നായാലും പൈസ മറിച്ചോ എന്തെങ്കിലും വിറ്റോട്ടോ എന്തായാലും അടവ് മുടക്കരുത്. അത് പറഞ്ഞിട്ട് അത് ഏറ്റിട്ട് തന്നെയാണ് ഇവരിത് പൈസ വാങ്ങുന്നത്. ഓക്കെ, എന്നിട്ട് പിന്നെ എന്തർത്ഥത്തിലാണ് ലാസ്റ്റ് പൈസ അടയ്ക്കാനില്ല എന്ന് പറയുന്നതിനകത്ത് ഒരു ന്യായം നമ്മൾക്ക് കാണാൻ പറ്റുന്നില്ല. ഓക്കെ, ഇനി അടുത്ത ഒരു കാര്യം, ഈ കളക്ഷൻ പിരിക്കാൻ വരുന്നവരുടെ കാര്യം നോക്കിയാൽ ഇവർക്ക് നല്ല സ്ട്രെസ്സാണ് മുകളിൽ നിന്ന്. ഈ കളക്ഷൻ എക്സിക്യൂട്ടീവ്, അതല്ലെന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പ് മാനേജർ എന്നൊക്കെ ഉള്ള അലങ്കാര പേരുകളിലൊക്കെയാണ് ഇവർ അറിയപ്പെടുന്നത്. ഇവരുടെ ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ വന്ന് കളക്ഷൻ എടുക്കുക എന്നുള്ളത്. ഇപ്പോൾ ഇത് കേട്ടോണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് തോന്നും എന്തോ ഇത്ര വലിയ ജോലി എന്തുവാണ്, വന്ന് പൈസ പിരിച്ചിട്ട് പോയാൽ പോരെ. പക്ഷെ അതങ്ങനല്ല. അത് നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഒരു കളക്ഷൻ എക്സിക്യൂട്ടീവിൻ്റെ കൂടെ പോയെങ്കിൽ അത് മനസ്സിലാകത്തുള്ളൂ. ചെല്ലുന്നുണ്ടെങ്കിൽ തന്നെ അവർ പൈസ എടുത്ത് വെച്ച് തരത്തില്ല. ഒന്നാമത്തെ കാര്യം ഇവരുടെ ടൈമിംഗ് ആണ്. ഈ ലോണൊക്കെ പിരിക്കാൻ പോകുന്നവരുടെ ടൈമിംഗ് നോക്കി കഴിഞ്ഞാൽ ഏർലി മോർണിംഗ് ഒക്കെ ആയിരിക്കും. 7 മണിക്കൊക്കെ ആയിരിക്കും, 8 മണിക്കൊക്കെ ആയിരിക്കും അവരുടെ 7 മണി 8 മണിയൊക്കെ ആയിരിക്കും ഇവരുടെ റിപ്പോർട്ടിംഗ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, എന്നിട്ട് ഒഫീഷ്യലി റെക്കോർഡുകളിൽ ഇവരുടെ ടൈം പറയുന്നത് 4-4:30 വരെയൊക്കെയാണ്. ഓക്കെ, വൈകുന്നേരം 4:30 വരെയൊക്കെയാണ് പറയുന്നതെങ്കിലും 4:30, അതായത് 7 മണി തൊട്ട് അല്ലെങ്കിൽ 8 മണി തൊട്ട് തുടങ്ങി 4:30 വരെയൊക്കെയാണ് പറയുന്നുണ്ടെങ്കിലും ആ ഒരു ടൈമിംഗ് പോലും അല്ല. ആ ഒരു ടൈമിംഗ് മിക്കപ്പോഴും പൂർത്തിയാക്കാൻ പറ്റാറില്ല. അതെങ്ങനെയാണ് പറ്റുന്നത്? കാരണം ഈ പൈസ ചോദിച്ചു ചെല്ലുമ്പോൾ അവർ പറയും ഇപ്പം പറ്റത്തില്ല, ഇപ്പം കയ്യിലില്ല, ഉച്ചയ്ക്ക് തരാം അല്ലെങ്കിൽ വൈകിട്ട് തരാം. ഇപ്പം ഇവർ വീണ്ടും ഈ പറഞ്ഞ എന്ത് ചെയ്യണം, പിന്നീട് വേറൊരു ടൈമിൽ വരേണ്ടി വരും. ഓക്കെ, ഇവർക്ക് ആ അന്നേ ദിവസത്തെ കളക്ഷൻ ആ ഡേ തീരുന്നതിന് മുമ്പേ കയറ്റിയേ പറ്റത്തുള്ളൂ. ഒരു ടൈമുണ്ട്, ആ ടൈമിനുള്ളിൽ കയറ്റണം. അത് മിക്കപ്പോഴും ഉച്ച വരെ ഒരു ഇത് കാണും. അത് കഴിയുമ്പോഴത്തേക്ക് വൈകുന്നേരം, ഓക്കെ, ഈവനിങ് ഒരു ടൈം കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് ആ ടൈം കൊണ്ട് തീർത്തിരിക്കണം. ഓക്കെ, ഇതില്ലെന്നുണ്ടെങ്കിൽ നല്ല പൂര തെറിയേക്കും അസിസ്റ്റന്റ് ബ്രാഞ്ച് മാനേജറുടെ കയ്യിൽ നിന്ന്. അങ്ങനെയാണ് നമ്മൾ സാധാരണ. ഓക്കെ, അതായത് കളക്ഷൻ എക്സിക്യൂട്ടീവ് ആണ്, അതിൻ്റെ മുകളിൽ അസിസ്റ്റന്റ് ബ്രാഞ്ച് മാനേജർ, അതിൻ്റെ മുകളിൽ ബ്രാഞ്ച് മാനേജർ, അതിൻ്റെ മുകളിൽ ഡിവിഷണൽ മാനേജർ വരും, റീജിയണൽ മാനേജർ വരും, പിന്നെ സ്റ്റേറ്റ് ഹെഡ്, അങ്ങനെ പോകും. അത് ഈ മറ്റേ സ്ഥാപനങ്ങളെ ബേസ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറും. ഓക്കെ, ഇവർക്ക് എല്ലാവർക്കും പ്രഷറുണ്ട്, ആരും കുറ്റം പറയാൻ പറ്റത്തില്ല. ഓക്കെ, ഈ ഗ്രൂപ്പ് ലോൺ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനം.
അത് മിക്ക മൈക്രോ ഫിനാൻസുകളുടെ ഒരു മെയിൻ സംഭവമാണ് ഗ്രൂപ്പ് ലോൺ. അത് ഈ ഹോം ലോൺ കണക്കോ ഗോൾഡ് ലോൺ കണക്കോ അല്ലെങ്കിൽ വെഹിക്കിൾ ലോൺ കണക്കോ ഒന്നുമുള്ള ഒരു സംഭവമല്ല. ഈ ഗ്രൂപ്പ് ലോൺ എന്താണെന്ന് ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം. കുറച്ച് അത് മെയിനായിട്ട് സ്ത്രീകൾക്ക് മാത്രമേ കൊടുക്കത്തുള്ളൂ. ഈ ഗ്രൂപ്പ് ലോൺ കൊടുക്കുന്നത് സ്ത്രീകൾക്ക് മാത്രമാണ്. അതൊരു 10 വരെ കാണാൻ വെച്ചിട്ടായിരിക്കും മിനിമം അല്ലെങ്കിൽ 7 വരെ കാണുന്നതുകൊണ്ട് 10 വരെയൊക്കെ വെച്ചിട്ട് ആയിരിക്കും ഒരു ഗ്രൂപ്പ് ലോൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനകത്തൊരു ഗ്രൂപ്പ് ലീഡർ കാണാം. ഓക്കെ, ഒരു ഗ്രൂപ്പ് ലീഡർ കാണാം. ഈ ഗ്രൂപ്പ് ലീഡർ വേണം ബാക്കിയുള്ളവരുടെ നിന്നെല്ലാം പിരിച്ചതിന് ശേഷം പൈസ നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കാം, ഈ കളക്ഷൻ എക്സിക്യൂട്ടീവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കാം. ഇതിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും കറക്റ്റായിട്ട് പൈസ കൊടുക്കണമെന്നൊന്നുമില്ല. ഈ പൈസ കൊടുക്കുന്ന സമയത്ത് നമ്മളൊരു കാര്യം എടുത്ത് പറയുന്നുണ്ട്. ഓക്കെ, ഒരു കാരണവശാലും അടവ് മുടങ്ങരുത്. ഇനി അഥവാ ഏതെങ്കിലും ഒരാൾക്ക് അടയ്ക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള മെമ്പേഴ്സും കൂടെ പിരിച്ചിട്ടതിന് ശേഷം അത് ക്ലിയർ ചെയ്ത് പോവുക. പക്ഷെ അത് നടക്കത്തില്ല, അതാണ് ഒരു പ്രശ്നം. ഓക്കെ, ഇനി ഇതിങ്ങനെ ഒരുപാട് ആളുകൾ എടുക്കുന്നതിന് വേറൊരു കാരണമുണ്ട്. ഇതിന് പ്രത്യേകിച്ച് ഈടൊന്നും അവർ മേടിക്കുന്നില്ല. ഈടൊന്നും വെക്കേണ്ട കാര്യമില്ല. ഒരു ആധാറിൻ്റെ കോപ്പിയോ ആധാർ കൊടുക്കുക, അതില്ലെന്നുണ്ടെങ്കിൽ വോട്ടർ ID ഒക്കെ വെച്ചിട്ട് എടുക്കാം. സിവിൽ സ്കോറിനെ എഫക്റ്റീവ് എന്ന് മാത്രമേ ഉള്ളൂ. അവർക്ക് പിന്നെ വേറെ ലോൺ കിട്ടാൻ പാടായിരിക്കും. സിവിൽ സ്കോറിനെ നല്ല രീതിയിൽ ബാധിക്കും എന്നുള്ളത് മാത്രം അത് ഒഴിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഈ ബാങ്കിന് അല്ലെങ്കിൽ ഫിനാൻസിന്, ബാങ്കല്ല ഫിനാൻസ്, മൈക്രോ ഫിനാൻസ് ആയിരിക്കും അല്ലെങ്കിൽ ഫിനാൻസ് ആയിരിക്കും, ഇവർക്ക് വേറെ ഓപ്ഷനും ഇല്ല. മറ്റൊരാളിൽ നിന്ന് റിക്കവർ ചെയ്യാനായിട്ടുള്ള വേറെ ഒന്നും പറ്റത്തില്ല. അപ്പം വണ്ടിയാണെങ്കിൽ വണ്ടി എടുക്കാം, അതല്ല വേറെ എന്തെങ്കിലും ഐറ്റം ആണെങ്കിൽ അത് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റും. പക്ഷേ ഇവർ ഈ ഗ്രൂപ്പ് ലോണിൻ്റെ കേസിൽ അവർക്ക് ഇവരുടെ നിന്ന് എങ്ങനെയെങ്കിലും ചോദിച്ചാൽ പൈസ വാങ്ങിക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാണ്ട് ചില്ലറ പൈസയ്ക്ക് വേണ്ടിയിട്ട് വക്കീലിൽ വെക്കാനും പറ്റത്തില്ല, അല്ലാണ്ട് നിയമപരമായിട്ട് പോകാനും പറ്റത്തില്ല. ഒരു പ്രോമിസറി നോട്ടോ വേറെ ഒന്നും അവരുടെ നിന്ന് വാങ്ങിക്കുന്നില്ല. ശ്രദ്ധിച്ചോണം. ജസ്റ്റ് ഒരു ആധാർ ഇത് വെച്ചിട്ടാണ് അവർ എല്ലാം എടുത്തു കൊടുക്കുന്നത്. സിവിലിനെ ബാധിക്കും, അത് മാത്രമേ ഉള്ളൂ. അത് ബാധിക്കുന്നത് കുഴപ്പമില്ലാത്ത ആളുകൾ കാണും, ഇവർ പൈസ അടയ്ക്കത്തില്ല. ഓക്കെ, പൈസ അടയ്ക്കത്തില്ല. അപ്പം ഈ കളക്ഷന് വരുന്നവർ എന്ത് ചെയ്യും? കളക്ഷന് വരുന്നവരെ ഇവരാദ്യം ഇങ്ങനെയൊക്കെ പറഞ്ഞു നോക്കും. ഓക്കെ, ഇപ്പം പൈസ ഇപ്പം നമ്മുടെ കയ്യിലില്ല, അല്ലെങ്കിൽ വൈകിട്ട് അങ്ങനെ വരാൻ പറയും. അപ്പം വൈകിട്ട് വരുന്ന സമയത്ത് അവരപ്പോൾ എടുത്തു കൊടുക്കൂ? ഇല്ല, അത് പിന്നെ പറയും വേറെ ദിവസം വരാൻ പറയും. പക്ഷെ മറ്റേവർക്ക് അന്ന ദിവസം കളക്ഷൻ കയറ്റിയേ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ അസിസ്റ്റന്റ് ബ്രാഞ്ച് മാനേജറുടെ കയ്യിൽ നല്ല തെറിയേക്കും, ABMൻ്റെ കയ്യിൽ നിന്ന്. ഇനി ABMൻ്റെ ഒന്നും പറയാൻ പറ്റില്ല, BM ഉണ്ട്, അതങ്ങനെ ഇങ്ങനെ പോകും. അപ്പോൾ അതുകൊണ്ട് ഇത് അന്നേ ദിവസം കളക്ഷൻ കയറ്റിയേ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ കളക്ഷന് വരുന്നവരെന്ത് ചെയ്യും? മാക്സിമം ഇവരെ പ്രഷറൈസ് ചെയ്യും. എങ്കിൽ മാത്രമല്ലേ, അല്ലാണ്ട് ഇവരെ കയ്യിൽ നിന്ന് എടുത്തിടാൻ പറ്റില്ലല്ലോ. അതിനെക്കുറിച്ച് ഞാൻ പറയാം. അത് ഒരു നിവൃത്തിയിലാണ്ട് വരുമ്പോൾ ഇവരെ കയ്യിൽ നിന്നൊക്കെ എടുത്തിടാറുണ്ട്. ഓക്കെ, ഇങ്ങനെ ഇട്ടിട്ട് പോകാറൊക്കെ ഉണ്ട്, കയ്യിൽ നിന്നൊക്കെ ഇട്ട് പോകാറുണ്ട്. അതിന് വേണ്ടിയിട്ട് കടം എടുക്കുന്ന ആളുകൾ വരെ ഉണ്ട് എന്നുള്ളതാണ് സത്യം. കളക്ഷൻ എക്സിക്യൂട്ടീവ് അല്ലാണ്ട് നിങ്ങൾ വിചാരിക്കണൊക്കെ വലിയ എളുപ്പമുള്ള ഒരു ജോലിയൊന്നുമല്ല ഈ കളക്ഷന് പോകുന്ന ആളുകളുടേത്. ഓക്കെ, നമ്മൾ ഈ സത്യം പറഞ്ഞ എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള ഒരു മാന്യത ഉണ്ടെന്ന് പറയും. പക്ഷേ ഈ ഒരു ജോലിക്ക് വലിയ മാന്യത ഇല്ല എന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണം നമുക്ക് അതിനകത്ത് നിന്ന് കിട്ടുന്ന ബെനിഫിറ്റിനെക്കാട്ടിയും കൂടുതൽ മൊത്തവും നഷ്ടമാണ്. ഓക്കെ, ഒന്നാമത് നമ്മുടെ ആരോഗ്യം നശിക്കുകയാണ്. ഇവർക്കൊരു ടൈമിംഗ് ഇല്ല, കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കാൻ പറ്റണമെന്നില്ല, ഓട്ടമാണ് ഓട്ടം. ഓക്കെ, നല്ല രീതിയിൽ ഒരു ദിവസം ട്രാവൽ ചെയ്യേണ്ടി വരും. ഇവർക്ക് കിട്ടുന്ന ശമ്പളത്തിനെക്കാട്ടിയും കൂടുതൽ ഈ പറഞ്ഞ നല്ലൊരു രൂപ അങ്ങനെ ഇങ്ങനെയൊക്കെ പോകും, പെട്രോളിന് പോകും. ഇവർക്ക് അതിനൊക്കെ ഒരു ചെറിയ ഇൻസെൻറ്റീവ് ഉണ്ട് എങ്കിൽ അവർക്ക് അതൊന്നും മുതലാക്കാൻ പറ്റത്തില്ല. ഓക്കെ, ലാസ്റ്റ് മന്ത് എൻഡ് ആകുമ്പോഴത്തേക്കും അവരുടെ നിന്നുള്ള എല്ലാം പോയിരിക്കും. പിന്നെ കിട്ടുന്ന പൈസക്കകത്ത് തന്നെ ഈ ബാക്കി കടം മേടിച്ചവരൊക്കെ കൊടുക്കാനേ കാണത്തുള്ളൂ. എങ്ങനെ ഈ പൈസ ഇട്ടടയ്ക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. കാരണം അന്നത്തെ ദിവസം കളക്ഷൻ കയറ്റിയേ പറ്റത്തുള്ളൂ. ആരെങ്കിലൊക്കെ ഇട്ട് മുടങ്ങി കഴിഞ്ഞാൽ ആരെങ്കിലും ഈടാക്കി ഇരുന്നതിന് ഇവരുടെ കയ്യിൽ നിന്നൊക്കെ എടുത്തിട്ടൊക്കെയാണ് ഇത് അടയ്ക്കുന്നത്. ഇല്ലെങ്കിൽ അവിടുന്ന് പൂരത്തെറിയേക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സംഭവം ഉണ്ട്. ഇത് അതാണൊക്കെ ഇതിനകത്ത് ഒരു വട്ടം കയറി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങാനും പാടായിരിക്കും. ഈ ഒരു കളക്ഷൻ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞൊരു ജോലിക്കകത്ത് കയറി കഴിഞ്ഞാൽ. ഓക്കെ, അത് നിങ്ങൾ ആ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളോട് ചോദിച്ചാൽ മനസ്സിലാവും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട്. പിന്നെ ഈ പൈസ മേടിക്കുന്ന ആളിൽ അറിയേണ്ടുന്ന ഒരു കാര്യം, കൊള്ളപ്പലിശ തന്നെയാണ്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. ഈ മൈക്രോ ഫിനാൻസുകാർ മേടിക്കുന്നത് കൊള്ളപ്പലിശ തന്നെയാണ്. എല്ലാവരും, ആരും മോശമൊന്നുമല്ല, എല്ലാവരും കൊള്ളപ്പലിശ തന്നെയാണ് മേടിക്കുന്നത്. പക്ഷെ നമുക്കത് കുറ്റം പറയാനും പറ്റത്തില്ല. കാരണം അത് വേറെ ഈടോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ടാണ് അവർ കൊടുക്കുന്നത്. ഈ മേടിക്കുന്നതിനും അറിയാം ഇത്ര രൂപയാണ് പലിശ, ഇത്ര രൂപ പലിശ വരും എന്നുള്ളത്, ഇത്ര രൂപയ്ക്കാണ് അടവ് വരും എന്നുള്ളത് അവർക്കറിയാം. ഈ മേടിക്കുന്ന സമയത്ത് വളരെ വ്യക്തമായിട്ട് അവർ പറയുകയും ചെയ്യുന്നുണ്ട്, ഒരു കാരണവശാലും അടവ് മുടങ്ങരുത്. ഓക്കെ, ഇതെല്ലാം തലയാട്ടി കേട്ടിട്ടാണ് പിന്നെ ഈ കളക്ഷന് വരുന്ന ആളുകളെ തെറി വിളിക്കുന്നത്. അപ്പോൾ അവർ മോശക്കാരായി, ഫിനാൻസ് മോശക്കാരായി. അതിനെ ചുക്കാൻ പിടിക്കാൻ ബാക്കിയുള്ള മീഡിയാസുകളും കാര്യങ്ങളും എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ. ഇനി അവിടെ പോയി എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായി
ഇനിയിപ്പം അവരിവരെ കാണാൻ തല്ലിയെന്ന് തന്നെ ഇരിക്കട്ടെ, ഈ കളക്ഷൻ എക്സിക്യൂട്ടീവുകൾ അവരിവരെ തള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തള്ളുവായെന്നിരിക്കട്ടെ, സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ ഇവർക്കെതിരെ തന്നെ ഈ കേസും വരുത്തുള്ളൂ, ഈ കളക്ഷന് പോയവർക്കെതിരെ. കാരണം പോലീസുകാർക്ക് ഈ ഫിനാൻസുകാരെന്ന് പറഞ്ഞാൽ ചതുർത്ഥിയാണ്, അത് ഗുണ്ടകളെ പോലാണ് കാണുന്നത്. ഇനി ഗുണ്ടകളെ പോലെ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതും ആണെന്ന് തന്നെ പറയത്തുള്ളൂ. ഗുണ്ടകളെ പോലെ ഈ കളക്ഷൻ എക്സിക്യൂട്ടീവുകൾ പെരുമാറേണ്ടി വരും. അതിനുള്ള കാരണം ആരാ? അതിനുള്ള അവസരം ഒരുക്കുന്നത് ആരാ? ഈ പൈസ മേടിച്ചത് തന്നെയാണ്. അവർക്കത് കറക്റ്റ് സമയത്ത് കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പം നിങ്ങൾ ആലോചിക്കും, എന്നാൽ പിന്നെ മര്യാദ പോയാൽ പോയത്. പറ്റത്തില്ലല്ലോ, ഇവരൊക്കെ ഒന്ന് കളക്ഷൻ കയറ്റിയില്ലേ പറ്റത്തുള്ളൂ. നല്ല പൂഴത്തെറിയായിരിക്കും മുകളിൽ നിന്ന് കേൾക്കുന്നത്. ഓക്കെ, എന്നാൽ പിന്നെ നിങ്ങൾക്ക് എന്താ പറയുക ഇട്ടിട്ട് പൊക്കൂടെയായിരുന്നു. അതും പറ്റത്തില്ല. ഇതിനകത്തോട്ട് കുറച്ച് നാൾ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് പെട്ടെന്ന് ഇറങ്ങിപ്പോകാനും പറ്റത്തില്ല. അതാണ് ഇതിനകത്തുള്ളൊരു കുരുക്കതാണ്. ഓക്കെ, അതായത് ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞാലുള്ള പ്രശ്നം ഈ പറഞ്ഞ നമ്മൾ പൈസ അവിടെ നിന്ന് കൊടുത്ത് മറിച്ചിട്ടൊക്കെ ആയിരിക്കും, റോൾ ചെയ്തൊക്കെ ആയിരിക്കും ഈ പറഞ്ഞ ഓരോ ദിവസം തള്ളി നീക്കുന്നത്. ഇതെല്ലാം പിടിച്ചതിന് ശേഷമല്ലേ ഇറങ്ങാൻ പറ്റത്തുള്ളൂ. ഇനി ഈ മനസ്സിലാക്കേണ്ട വേറെ കാര്യങ്ങളുണ്ട്. ഇതിനകത്ത് കയറുന്ന മിക്ക ആളുകളും കറക്റ്റായിട്ട് ഇപ്പം ആ ജോലി വിട്ട് വേറെ ജോലി ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പേപ്പർ ഇട്ട് പോകുന്ന ആളുകൾ വളരെ കുറവാണ്. ഓക്കെ, അതായത് റിസൈൻ ചെയ്ത് പോകുന്ന ആളുകളൊക്കെ വളരെ കുറവാണ്. മിക്ക ആളും അബ്സ്കോണ്ടിങ് ആയിരിക്കും. അതെന്താണെന്ന് ഞാൻ പറഞ്ഞത്. ഈ അബ്സ്കോണ്ടിങ് എന്ന് പറയുമ്പോഴത്തേക്കും അറിയിക്കാതുണ്ട് ഇട്ടിട്ട് പോകുന്ന ആളാണ് അബ്സ്കോണ്ടിങ് ആയിട്ട് അവർ പ്രഖ്യാപിക്കും. ഫിനാൻസോ ബാങ്കുകളോ ഒക്കെ അങ്ങനെ ഒരു സംഭവമുണ്ട്. ഓക്കെ, അബ്സ്കോണ്ടിങ് കാണുവാനില്ല. ഓക്കെ, അതിനെ കുറിച്ച് വിവരവും ഇല്ല, പോയി. അങ്ങനെ വരുമ്പോഴത്തേക്കുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നീടുള്ള സാലറിയും കിട്ടത്തില്ല, മറ്റുള്ള ആനുകൂല്യങ്ങളോ അല്ലെങ്കിൽ അതുമെല്ലാം കിട്ടത്തില്ല, ഇവർക്കുള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും ഒന്നും കിട്ടത്തില്ല. ഇപ്പം ഇത്ര നാൾ പോയി ബാങ്കിന് വേണ്ടിയിട്ട് പണിയെടുത്തത് മെച്ചം. ബാങ്കുകാർക്കുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞില്ല. ബാങ്കുകാർ ഈടില്ലാതാണ് ഇത് കൊടുക്കുന്നതെന്ന് പറഞ്ഞല്ലോ. പക്ഷെ എന്നാലും അവർക്ക് കൊടുക്കും, കാരണം ഇത് കൊള്ള പലിശയാണ്. അവർക്ക് എങ്ങനെയൊക്കെ ആയാലും മുതലാക്കാം ഈ ഗ്രൂപ്പ് ലോൺ. ഓക്കെ, കൊള്ള പലിശയാണ് അതൊന്ന്. പിന്നെ ഒരുപാട് ക്ലസ്റ്റേഴ്സ് ആയിരിക്കും അവർക്കുള്ളത്. അപ്പം അത് പല സ്റ്റേറ്റുകളിൽ കാണും. അപ്പോൾ അവർക്ക് ഇത് എങ്ങനെ പോയാലും ഭയങ്കര ലാഭമാണ്. ഓക്കെ, അത് ഇവർ ഈടൊന്നും വെക്കണമല്ലോ. അവർ കുറേയൊക്കെ വിട്ട് കളഞ്ഞാൽ പോലും അത് കോടികളുടെ നഷ്ടം അവർക്ക്, കോടികളുടെ ഇത് അവർക്ക് ലോസ് ഉണ്ടായിരിക്കും. പക്ഷെ അതിൽ കൂടുതൽ അവർക്ക് പ്രോഫിറ്റ് അവർക്ക് ഉണ്ട് അതിനകത്ത്. ഓക്കെ, കോടികൾ പോയെങ്കിലും അതിൽ കൂടുതൽ അവർക്ക് ഇൻകം അവർക്ക് അതിനകത്ത് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഇനി അത് ജനറേറ്റ് ചെയ്യാനായിട്ടാണ് ഈ പറഞ്ഞ കണക്ക് ബാക്കിയുള്ള മാനേജേഴ്സിനെ എല്ലാം വെച്ചിരിക്കുന്നത്. ഇവർ മാക്സിമം പ്രഷേഴ്സ് താഴോട്ടുള്ള ആളുകൾക്ക് കൊടുക്കും. ഓക്കെ, മനസ്സിലായില്ലേ? ഇപ്പം റീജിയണൽ മാനേജർ ആണെങ്കിൽ ഡിവിഷണൽ മാനേജർക്ക്, അദ്ദേഹം താഴോട്ടുള്ള ബ്രാഞ്ച് മാനേജറാണെങ്കിൽ അദ്ദേഹത്തിന്, പിന്നെ ABMന്, അവർ ഈ പറഞ്ഞ കളക്ഷൻ എക്സിക്യൂട്ടീവ്. സ്വാഭാവികമായിട്ടും ഏറ്റവും താഴത്ത് തട്ടി വർക്ക് ചെയ്യുന്നവർ ഗുണ്ടകളെ കണക്ക് പെരുമാറേണ്ടി വരും. അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, കാരണം അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ അവർക്കുള്ള വേറെ ഓപ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് പോയി കുത്തനെ പിടിക്കാൻ പറ്റില്ലല്ലോ. അവർ വീട്ടിൽ ഇരുന്ന് അവിടെ ചെന്നിരുന്ന് വാങ്ങിക്കുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഈ സ്ത്രീകൾക്ക് കൊടുക്കുന്ന ലോണാണെന്ന് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീകൾ കൊടുക്കുന്നു എന്ന് കരുതിയിട്ട് സ്ത്രീകളായിരിക്കത്തില്ല അവിടെ ഈ പൈസ നമ്മൾ തിരിച്ച് ചോദിക്കാൻ ചെല്ലുമ്പം പിന്നെ വരുന്നത് അവരുടെ ഹസ്ബൻഡായിരിക്കാം, മോനായിരിക്കാം, പിന്നെ അവരായിരിക്കും ഇടപെടുന്നത്. ഓക്കെ, അങ്ങനെയാണ് ഈ പറഞ്ഞ ഈ വാക്ക് തർക്കം കയ്യാങ്കളിയൊക്കെ ആവുന്നത്. അങ്ങനെയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ പോലീസുകാരുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കും, അത് മറ്റേ ഫിനാൻസുകാർക്കെതിരെ വരുത്തുള്ളൂ. അതങ്ങനെയാണ്. ഫിനാൻസിൻ്റെ വക മറ്റേ നിയമത്തിന് ആനുകൂല്യങ്ങളൊന്നും കിട്ടാൻ പോകുന്നില്ല. അതങ്ങനെയാണ്. ഓക്കെ, കാരണം നമുക്ക് ഈ പറഞ്ഞ വേറൊരാളുടെ വീട്ടിൽ പോയി ഇരിക്കാനുള്ള അനുവാദം ഇല്ല. ഓക്കെ, അത് മറ്റൊരു നിയമപരമായിട്ടുള്ളൊരു വശമാണ്. ഓക്കെ, അങ്ങനെ പോയി ഇരിക്കാനുള്ള ഒരു അധികാരം ഇല്ല. മറ്റേ അനാവശ്യമായിട്ട് മറ്റൊരാളുടെ വീട്ടിൽ പോയി ഇരിക്കാം. പക്ഷേ ഇവർക്ക് പോയി ഇരുന്നേ പറ്റത്തുള്ളൂ. ഇവർക്ക് പോയി ഇരുന്നെങ്കിലും വാങ്ങിച്ചെടുക്കുക എന്നുള്ള ഓപ്ഷനേ ഉള്ളൂ. പക്ഷേ ഇപ്പം നമ്മുടെ വീട്ടിലാണെങ്കിൽ വേറെ ആൾ വന്നിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുമോ? ഇല്ല. അപ്പം എന്ത് ചെയ്യും? ഈ വീട്ടുകാർ അവർക്കെതിരെ തിരിയും. ഓക്കെ, തിരിയും. മറ്റേവർക്കാണെന്നുണ്ടെങ്കിൽ ഇറങ്ങി പോകാനും പറ്റത്തില്ല. അങ്ങനെ വാക്ക് തർക്കമൊക്കെ ആവും. ഈ ഒരു കേസ് ഒരു ഘട്ടം കഴിയുമ്പോഴത്തേക്കും ഈ പറയുകയാണെങ്കിൽ ലോൺ എടുത്തിട്ട് ഒരു നിവൃത്തിയില്ലാതെ വരുമ്പോഴത്തേക്കും അവർ പോയി ആത്മഹത്യ ചെയ്യും. ഓക്കെ, ആത്മഹത്യ ചെയ്യും. പിന്നെ കണക്ക് ലോൺ പിന്നെ കൊടുക്കണ്ടല്ലോ. അത് പറയുന്ന മറ്റൊന്നുമല്ല. ഈ പറഞ്ഞ കണക്ക് ഈ ലോൺ എടുക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളത് അടയ്ക്കാൻ എന്തെങ്കിലും ഒരു മാർഗ്ഗം ഉണ്ടോ, അതായത് എങ്ങനെയെങ്കിലും അത് മുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് അടയ്ക്കാൻ മാർഗ്ഗമുണ്ടോ എന്ന് നമ്മൾ നേരത്തെ കൂട്ടി കരുതി വെച്ചിരിക്കണം. ഇപ്പം അമ്മയാണെന്നുണ്ടെങ്കിൽ മക്കളുടെ ആരുടെയെന്ന് അതിൽ അത്യാവശ്യം ഉണ്ടെങ്കിൽ അത് വാങ്ങിച്ചെടുത്തിട്ട് അത് ക്ലിയർ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. മക്കളാണെങ്കിൽ ഇത് അമ്മയുടെ അല്ലെങ്കിൽ വേറെ ആരുടെ നിന്നാണെന്നുണ്ടെങ്കിലും, ഓക്കെ, ഫ്രണ്ട്സിൻ്റെ നിന്നാണെങ്കിലും എവിടെ നിന്നാണെങ്കിലും അത് നമ്മുടെ ഒരു സ്രോതസ് കണ്ടു വെച്ചതിന് ശേഷം മാത്രമേ ഈ ലോൺ എടുക്കാവുള്ളൂ. അതായത് എന്തെങ്കിലും കാരണവശാൽ അടവ് മുടങ്ങി കഴിഞ്ഞാൽ, അടവ് മുടങ്ങുമെന്ന് കരുതിയിട്ട് മാത്രമേ ലോൺ എടുക്കാവുള്ളൂ. അതും കൂടെ ആലോചിക്കണം.
മുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സ്രോതസ് കാണും, അത്യാവശ്യം ഇത്ര നാളെങ്കിലും അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ളത് മാറ്റി വെച്ചിരിക്കുക. അത് നമുക്ക് എല്ലായ്പ്പോഴും മാറ്റി വെച്ചിരിക്കാൻ പറ്റണമെന്നില്ല, പക്ഷെ ഒരു സ്രോതസ് കണ്ടു വെച്ചിരിക്കുക. അത് ഗോൾഡായിട്ടായിരിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം വേറൊരാളെ കണ്ടിട്ടായിരിക്കാം. ഓക്കെ, അത് കണ്ടു വെച്ചതിന് ശേഷം മാത്രമേ ലോൺ എടുക്കാവുള്ളൂ. അപ്പോൾ അതിലേക്ക് അത് എല്ലാവർക്കും അത് പറ്റത്തില്ലല്ലോ, എടുക്കരുത്. അതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ ആത്മഹത്യ ചെയ്യേണ്ടി വരും. ഓക്കെ, അത് ഈ പറഞ്ഞതുപോലെ നമുക്ക് ഇത് ഗവൺമെന്റ് തലത്തിൽ ഇതിനകത്ത് ഇടപെടേണ്ടുന്ന സമയം അതിക്രമിച്ചു. ഇതിപ്പോൾ കുറേ ആയി ഇങ്ങനെ ആത്മഹത്യ, ഈ മൈക്രോ ഫിനാൻസിന്റെ പേരിലുള്ളത് ആത്മഹത്യ വരുന്നുണ്ട്, അല്ലാണ്ട് കയ്യാങ്കളിയൊക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ട് നടക്കുന്നൊരു കാര്യം തന്നെയാണ്. കാരണം പൈസ നമ്മൾ ഈ മേടിക്കാൻ ചെല്ലുന്ന കണക്കല്ല, പിന്നെ തിരിച്ച് ചോദിക്കാൻ ചെല്ലുമ്പോഴുള്ള പെരുമാറ്റം. അത് നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവത്തിൽ കൂടെ തന്നെ ഒന്ന് ആലോചിച്ചാൽ മതി, ഫ്രണ്ട്സിൻ്റെ കാര്യം തന്നെ ആലോചിച്ചാൽ മതി. അപ്പോഴാണ് ഫിനാൻസുകാർ എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് കയ്യിലുണ്ടെങ്കിൽ പോലും കൊടുക്കാത്ത ആളുകളുണ്ട്. ദൂർത്തടിച്ച് കളഞ്ഞ് അല്ലെങ്കിൽ വെള്ളം അടിച്ച് കളഞ്ഞതിന് ശേഷം അതിനൊക്കെ പൈസ കാണും, പക്ഷെ ലോൺ എടുത്തത് അടയ്ക്കാൻ പൈസ ഇല്ലാത്ത ആളുകൾ കാണും. പിന്നെ ലോൺ എടുത്തത് അടവ് മുടങ്ങുമ്പോഴത്തേക്കും അത് തിരിച്ച് ചോദിക്കാൻ വരുന്ന ആളുടെ വളരെ നായ്ക്കളെ കണക്ക് കാണുന്ന ആളുകളുണ്ട്. ഓക്കെ, അവരുടെ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്, അതുപോലും മനസ്സിലാക്കാത്ത. പിന്നെ വേറെ കുറച്ച് സംഭവങ്ങളുണ്ട് കേട്ടോ. അതായത് ചില വീടുകളിലൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ പൈസ ചോദിച്ചില്ലപ്പം ലോണൊക്കെ ചെയ്യാൻ നേരത്തെ ഭയങ്കര ഇതൊക്കെ ആയിരിക്കും, ലോൺ ചെയ്ത് കൊടുക്കും. അതിനുശേഷം ഇത് തിരിച്ച് ചോദിക്കാൻ ചെല്ലുന്ന സമയത്ത് നമുക്ക് പറ്റത്തില്ല. അത് പറയും വീട്ടിൽ സ്ത്രീകളുള്ളതാ, ഇവിടെ നിന്ന് സംസാരിക്കാനൊന്നും പറ്റത്തില്ല. ആ സമയത്ത് അങ്ങനെയൊക്കെ വരും. വീട്ടിൽ പെൺപിള്ളേരുള്ളതാ, സ്ത്രീകളുള്ളതാ. പിന്നെ അതിന് വലിയ കടുപ്പമാണ് ജാതി പറഞ്ഞുകൊണ്ടുള്ളത്. ഞങ്ങൾ SC ആണ്, ST ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ കുറേ ടീമുകളുണ്ട്. ഓക്കെ, എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത്, പക്ഷെ ഇങ്ങനെ കുറേ ആളുകളുണ്ട്. ആ സമയത്ത് പിന്നെ ഭയങ്കര ബോധം വരും. ഓക്കെ, വീട്ടിൽ പെൺമക്കളുണ്ടെന്നുള്ളതും ഞങ്ങൾ SC ആണ്, അതിന് നമ്മളെന്താണ് വേണ്ടുന്നത്? ഞാൻ പറയണത് ഞാൻ കുറവനാന്ന് പറയാം, ഈഴവനാന്ന് പറയാം. അപ്പം അങ്ങനെ കുറേ ആളുകളുണ്ട്. അപ്പം ഞാൻ എപ്പോഴും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ ഇത് ഗവൺമെൻറ് ഈ ഒരു സംഭവം നിർത്തലാക്കുക, ഈ ഗ്രൂപ്പ് ലോൺ എന്ന് പറയുന്ന സംഭവം കംപ്ലീറ്റ് ആയിട്ട് നിർത്തലാക്കുക, സ്റ്റോപ്പ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിന് കറക്റ്റായിട്ട് കുറേ മാർഗ്ഗനിർദ്ദേശങ്ങൾ കൊടുക്കുക, ഇങ്ങനെയൊക്കെ പാടുള്ളൂ. ഇനി അത് കൊടുക്കുന്നതിന് ഇന്ന ഈടുകൾ പേടിക്കണം. ഓക്കെ, അപ്പം നമുക്ക് സാധാരണ ലോണുകളൊക്കെ ആണെങ്കിൽ അത് ജപ്തി ചെയ്തുകൊണ്ട് പോകാൻ പറ്റും, അതിനും പറയുന്ന നടപടികളൊക്കെ ഉണ്ട്. ഓക്കെ, പെട്ടെന്ന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ പറയുകയാണ് അതിന് ബാങ്കൊക്കെ ചിലവുണ്ടേ, വെറുതെ അല്ല, കുറേ പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടുത്തെ കേസ് എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് ലോണിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർ പ്രത്യേകിച്ച് ഒരു ഈടൊന്നും വാങ്ങിക്കുന്നില്ല. പിന്നെ എന്തെടുത്തിട്ട് അവർ മുതലാക്കും, എങ്ങനെയെങ്കിലും ചോദിച്ച് വാങ്ങിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ ഈ കളക്ഷൻ എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ ഒരടവ് മുടങ്ങിയിരിക്കട്ടെ, ആഴ്ചയാണ് ഇവർക്ക് അടവ് വരുന്നത് ഈ ഗ്രൂപ്പ് ലോണിൻ്റെത്. ഇപ്പോൾ ഒരു അടവ് മുടങ്ങി കഴിഞ്ഞാൽ അത് ബക്കറ്റ് വണ്ണിലോട്ട് പോകും, അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. ബക്കറ്റ് വണ്ണിലോട്ട് പോയി കഴിഞ്ഞാൽ അത് എടുക്കേണ്ടുന്ന ഡ്യൂട്ടി എന്ന് പറയുന്നത് ഈ കളക്ഷൻ എക്സിക്യൂട്ടീവിന് തന്നെയാണ്. അത് ഈ പല ബാങ്കുകളിനെ അനുസരിച്ചിട്ട് അത് മാറും. ഈ പിന്നെ അത് കഴിയുമ്പോൾ ആ ഒരാഴ്ച കഴിയുമ്പോൾ പിന്നെ അടുത്ത മുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അത് പിന്നെ അത് രണ്ടാമത്തെ ആഴ്ച കഴിഞ്ഞാൽ അടച്ചില്ല എന്നുണ്ടെങ്കിൽ ബക്കറ്റ് 2-ലോട്ടാണ് പോകുന്നത്. അതും മിക്കവാറും ബക്കറ്റ് 2 ചിലപ്പം ഈ കളക്ഷൻ എക്സിക്യൂട്ടീവ് എടുക്കേണ്ടി വരും. അതല്ലെന്നുണ്ടെങ്കിൽ പിന്നെ റിക്കവറി ടീം ആയിരിക്കും അത് എടുക്കുന്നത്, അത് അവർ വിളിച്ചെടുക്കും. ഓക്കെ, അത് നമ്മൾ ഈ ഒരെണ്ണം എങ്ങനെ നമുക്ക് മിസ്സാക്കാൻ ഇവർക്ക് പറ്റത്തില്ല, അതാണ് മറ്റൊരു പ്രശ്നം. അത് പൊട്ടിക്കുക എന്ന് പറയും. ഓക്കെ, പൊട്ടിക്കുക എന്ന് ഇവർക്കിടയിലുള്ള പറയുന്നൊരു വേർഡാണ്. ഓക്കെ, ഒരെണ്ണം പൊട്ടിച്ചെന്ന് പറയും. അതായത് ആ ഒരു കസ്റ്റമറുടെ ആ ഒരു അടവ് പൊട്ടി, ഓക്കെ, പോയി, മിസ്സാക്കി. ഇത് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരുടെ കയ്യിൽ നിന്ന് എടുത്തിട്ട് അടയ്ക്കുന്നത് ഈ കളക്ഷൻ എക്സിക്യൂട്ടീവിൻ്റെ. അത് ഇവർക്കതൊരു ബാധ്യതയായിട്ട് മാറും. മറ്റൊരു അടുത്ത ദിവസം തിരിച്ചു കൊടുക്കണമെന്നില്ല, പിന്നെ അതിൻ്റെ പുറകെ നടക്കണം. ഇവർക്ക് ഭയങ്കര തലവേദനയാണ് ഈ കളക്ഷൻ എക്സിക്യൂട്ടീവുകാരുടെ കാര്യം. കാരണം അവർക്ക് ഈ കളക്ഷൻ പിരിക്കണം, ഇവർക്ക് ഈ മോളിൽ ഇരിക്കുന്നവരുടെ എല്ലാവരുടെയും വായിരിക്കുന്നത് കേൾക്കണം, പോരാത്തതിന് ഈ കസ്റ്റമറുടെ വായിരിക്കുന്ന മൊത്തം കേൾക്കണം. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓട്ടം, അങ്ങോട്ട് ചില ഇവരുടെ മറ്റേ മാനസിക നില തന്നെ ഒരുമാതിരി താറുമാറായിട്ടുള്ള അവസ്ഥയിലോട്ട് പോകും. ഇതൊന്നും പോരായിട്ട് അവർക്ക് ടാർഗറ്റും കാണും, ലോൺ ചെയ്ത് കൊടുക്കേണ്ടത് ടാർഗറ്റ് കാണും, ഇത്ര എണ്ണം ചെയ്ത് കൊടുക്കണം മാസം, അതും എല്ലാം കൂടെ വരും. അതാണ് പറയുന്നത്, ഈ ഒരു ജോലി എന്ന് പറയുന്നത് ഒട്ടും എന്താ പറയുക, നമുക്ക് നല്ലൊരു ജോലിയാണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അതിന് വേണ്ടുന്നത്ര ശമ്പളം ഇവർക്ക് കിട്ടുന്നില്ല. അവർ ചെയ്യുന്ന ജോലി വെച്ച് നോക്കുമ്പോൾ, അപ്പോൾ അവരിടുന്ന എഫേർട്ട് വെച്ച് നോക്കുമ്പോൾ അതിനുള്ളൊരു സാലറി ഇവർക്കില്ല. പിന്നെ എന്തുകൊണ്ട് ആൾ ഇതിനകത്തോട്ട് വരുന്നു, ഈ കളക്ഷൻ എക്സിക്യൂട്ടീവിനകത്ത് വരുന്നു എന്ന് വെച്ചാൽ അത് പ്രധാന ജോലിയാണ്.
ഇവർ പ്രധാനമായിട്ട് ഇവർ പറയുന്നത് മിക്കവാറും ഒരു +2 ക്വാളിഫിക്കേഷൻ ആയിരിക്കും ഇവർ പറയുന്നത്. +2 അല്ലെങ്കിൽ ഡിഗ്രിയൊക്കെ ഒരു മാക്സിമം ആണ്. അത് പിന്നെ ഈ ABയുമായിട്ടൊക്കെ കയറുന്നതിന് മാത്രമേ ഒരു ഡിഗ്രിയൊക്കെ ചോദിക്കത്തുള്ളൂ. +2 ക്വാളിഫിക്കേഷൻ കാണുമ്പോൾ തന്നെ മിക്ക ആളും ഇൻട്രസ്റ്റഡ് ആവും. രസം അതല്ല, ഈ സ്റ്റാർട്ടിങ് നല്ലൊരു സാലറി ആണ്. സ്റ്റാർട്ടിങ് ഇതേ കണക്ക് സാലറി കിട്ടുന്ന വേറെ ജോബ് പെട്ടെന്ന്, അതായത് വേറെ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത ആളുകൾക്ക് സ്റ്റാർട്ടിങ് ഇത്രയും സാലറി കിട്ടുന്ന വേറൊരു ജോബും കാണത്തില്ല. നല്ല സാലറിയാണ്. PF, ESI എന്തായാലും കാണും. കാരണം മിക്കവാറും 25,000 താഴെ ആയിരിക്കും ഒരു ഇത് വരുന്നത്. ഓക്കെ, അപ്പം എന്തായാലും ESI ആണ്. പിന്നെ ഇവർ കുറേ ഇൻഷുറൻസ് കൂടെ കൊടുക്കും. ഇൻഷുറൻസ് മറ്റ് ആനുകൂല്യങ്ങളെല്ലാം കൂടെ കൊടുത്തതിന് ശേഷമായിരിക്കും. അപ്പോൾ ഇത്രയും പാക്കേജ് കാണുമ്പം തുടക്കം ഈ ചെറുപ്പക്കാർ പിള്ളേർ ചാടി വീഴും. ഓക്കെ, +2 കഴിഞ്ഞിരിക്കുന്ന പിള്ളേർ അങ്ങനെയുള്ള ആളൊക്കെ ചാടി വീഴും. പക്ഷെ അവർക്ക് ഇതിനകത്തുള്ള ചതി അറിയത്തില്ല. ഇതിനകത്ത് ഒരു വട്ടം കയറി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങാൻ പറ്റത്തില്ല. ഓക്കെ, അതാണ് ഇതിനകത്തുള്ള മറ്റൊരു പ്രശ്നം. പൈസ നമ്മുടെ കയ്യിൽ നിന്ന് ഇട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പാടാണ്. അല്ലെങ്കിൽ അതെല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് ഇറങ്ങേണ്ടി വരും. അതിനകത്തും ഈ പറഞ്ഞത് പിന്നെ അവിടെ നിന്നുള്ള വിളിയായി, ഈ വിളിയായി, മറ്റേ വിളിയായി. ഓക്കെ, അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. അതാണ് ഞാൻ അതിനകത്ത് പോകുന്ന ഒരു പയ്യനെ എനിക്കറിയാം. അപ്പോൾ അവന് ഒരു ID കാർഡ് കാണിച്ചു തന്നിട്ട് ഇത് ആരാണെന്ന് അറിയാമെന്ന് വെച്ചാൽ, അപ്പം ഞാൻ ഇതാരാ, അത് അവൻ്റെ ഫോട്ടോയാണ്. അവൻ്റെ ഒരു വർഷം മുമ്പത്തെ ഫോട്ടോയാണ്. അവൻ അവിടെ കയറുന്ന സമയത്തുള്ള എടുത്ത ഫോട്ടോയാണ് അതിനകത്ത് ID കാർഡ് എന്നുള്ളത്. അവനെ കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. മെലിഞ്ഞ് കരുവാളിച്ചിരിക്കുന്നു ഇപ്പോഴത്തെ അവൻ്റെ കോലം. അപ്പോൾ ആ ഒരു വർഷം മുമ്പെന്ന് പറയുമ്പോൾ അവൻ കയറിയ സമയത്ത് അവൻ വേറൊരു ആളായിരുന്നു. ഇപ്പം അതല്ല. അവൻ പറഞ്ഞ വെച്ചാൽ അവനിപ്പോൾ ഉറക്കമില്ല എന്നുള്ളതാണ്. ഓക്കെ, കിടന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല ചേട്ടാന്ന് പറയും. അപ്പം നമ്മൾ ഈ പറഞ്ഞ കണക്ക് എപ്പോഴും ഈ കളക്ഷൻ എക്സിക്യൂട്ടീവുകാരുടെ, ഫിനാൻസുകാരുടെയോ കുറ്റം മാത്രം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവർക്ക് നല്ല രീതിയിൽ പ്രഷറുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ലോൺ എടുക്കുന്ന ആളുകൾ മനസ്സിലാക്കണം. അല്ലാണ്ട് അവർ വലിയ വീടുകളിൽ നിന്ന് വരുന്നതൊന്നുമല്ല. അവർക്ക് പൈസ കൈവച്ചിട്ടെന്നുള്ള സംഭവങ്ങളൊന്നുമല്ല. അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഇവർ ബാങ്ക് വിടുന്ന റെപ്രസെൻറ്റേറ്റീവുകൾ മാത്രമാണ് ഇവർ, ബാങ്കല്ല ഫിനാൻസുകാർ. ഓക്കെ, ഇനി ഈ ലോൺ എടുക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ലോൺ എടുക്കാൻ നമ്മൾ തിരിച്ചടയ്ക്കാനായിട്ട് ഒരു മാർഗം ഇല്ല എന്നുണ്ടെങ്കിൽ എടുക്കാതിരിക്കുക. എന്തെങ്കിലും ഒരു സ്രോതസ് കണ്ടെത്തി വെക്കുക. അടവ് മുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് എടുത്ത് മറിക്കാം എന്നുള്ളൊരിത് ഇല്ല എന്നുണ്ടെങ്കിൽ എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഓക്കെ, അതിനി എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അല്ലാണ്ട് അനാവശ്യമായിട്ട് ലോൺ എടുത്ത് വെക്കാതിരിക്കുക. അതാണ് ഇപ്പം ഈ നേരത്തെ പറഞ്ഞ കേസിലും അവർ ഉള്ള ലോണെല്ലാം അവർ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ടോ തിരിച്ചടയ്ക്കാൻ ഇതൊന്നും അല്ല രസം. ഓരോ ചാനലുകാർ പറയുന്നത് കേൾക്കണം. അവൻ ഇവരെ വെറും നികൃഷ്ടമായിട്ടാണ് പറയുന്നത്. അത്രയും വിവരമില്ലാത്ത ആളാണോ ഈ ചാനലിൽ ഇരിക്കുന്നത് നമ്മൾ ആലോചിക്കും. ഓക്കെ, ചാനൽ മീൻസ് മറ്റേ ഈ ഓൺലൈൻ ചാനൽസ് അല്ല ഞാൻ പറയുന്നത്, അല്ലാതെ ഉള്ള ചാനലുകൾ. പൈസ മേടിച്ച് അത് അടയ്ക്കണം. അതെ, ഞാൻ പറഞ്ഞല്ലോ, കൊള്ള പലിശ തന്നെയാണ് ഈ ബാങ്കുകൾ, ഈ ഫിനാൻസുകാരെല്ലാം വാങ്ങിയത് കൊള്ള പലിശ തന്നെയാണ്. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അത് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. അത് പരമായിട്ടുള്ള സത്യം തന്നെയാണ്. പക്ഷേ തുടക്കത്തിൽ ഇതൊക്കെ പറഞ്ഞിട്ട് തന്നെയല്ലേ അവർ കൊടുക്കുന്നത്. ഇത്ര രൂപ പലിശയാവും എന്നുള്ളതും കറക്റ്റ് സമയത്ത് അടയ്ക്കണമെന്നും അവർ പറയുന്നുണ്ട്. അതും കൂടെ ആലോചിച്ചോണം. അപ്പം ആരുടെ ഭാഗത്താണ് തെറ്റ്? ഈ പൈസ വാങ്ങിച്ചതിന് ശേഷം തിരിച്ചടയ്ക്കാൻ വരുമ്പം ചീത്ത വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഒരു സ്ത്രീ ഇന്ന് ആക്രമിക്കുകയുണ്ടായി. എനിക്കൊന്നൊരു ഓട്ടോയുടെ ലോണാണെന്ന് തോന്നുന്നത്, എൻ്റെ ഒരു വെഹിക്കിളിൻ്റെ ലോണാണ്. അത് മുടങ്ങിയത് ചോദിക്കാൻ ചെന്നതിന് ഒരു പെൺകുട്ടിയെ ആക്രമിച്ചു അയാൾ. ഓക്കെ, ഇതും പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷൻ ചെല്ലാനും പറ്റത്തില്ല. അവർ ഇവിടെ ആയിരിക്കും ചീത്ത വിളിക്കുന്നത്. അത് അങ്ങനെ കാര്യമുണ്ട്. കാരണം അവർക്ക് ഈ പറഞ്ഞ പറയണമെങ്കിൽ പോലീസുകാർക്ക് ഫിനാൻസുകാരെ കണ്ട ചതുർത്ഥിയാണ്. ഒരുമാതിരി ഗുണ്ടാളെ കണക്കാണ് പെരുമാറുന്നത്. ഗുണ്ടാളെ പിന്നെയും പേടിയാണ്. പക്ഷേ ഇവരെ പേടിയൊന്നുമില്ല, തീരെ ബഹുമാനം ഇല്ലാത്ത രീതിയിലാണ് അവർ പെരുമാറുന്നത്. ഇത് അതിനകത്ത് വർക്ക് ചെയ്ത ആളുകൾ എന്നോട് പറഞ്ഞ കാര്യമാണ്. ഓക്കെ, അപ്പം പറഞ്ഞ കണക്ക് ഈ ജോലിക്ക് കഴിവതും ആരും പോവാതിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, നിവൃത്തി ഉണ്ടെങ്കിൽ പോകരുത് ഈ ജോലിക്ക്. അപ്പം നിൽക്കുന്നവരുടെ അടുത്ത് ചോദിച്ചാൽ മനസ്സിലാവും അവർ എന്തോരം പ്രഷറാണ് അവർ അനുഭവിക്കുന്നത്. പിന്നെ കുറേ ആനുകൂല്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മാത്രം പോകുന്നത് മാത്രമേ ഉള്ളൂ. ഇതിനകത്തുള്ള വേറെ രസം എന്താ അറിയോ? ഈ കളക്ഷന് മാത്രമുള്ള വേറെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് പ്രത്യേകിച്ച് അവധി കിട്ടാൻ ഭയങ്കര പാടാണ്. ഞായറാഴ്ചകൾ ഓഫായിരിക്കും. അല്ലാണ്ട് വേറെ അവധിയൊക്കെ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം എടുക്കണമെങ്കിൽ പോലും ഈ പറഞ്ഞണമെങ്കിൽ അവർ കയ്യിൽ നിന്നൊക്കെ ഇട്ട് പൈസ ഇട്ടൊക്കെ ക്ലിയർ ചെയ്യേണ്ടിയൊക്കെ വരും. അല്ലാണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേറെ ആളെ കേൾപ്പിക്കാനൊക്കെ പറ്റും. പക്ഷെ അതും ഭയങ്കര ബുദ്ധിമുട്ടൊക്കെയാണ്. ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മറ്റവർ പോകുമ്പോൾ ചിലപ്പോൾ കിട്ടണമെന്നൊന്നുമില്ല. അപ്പോൾ ഇവരുടെ കയ്യിൽ നിന്ന് കിട്ടൊക്കെ അടയ്ക്കേണ്ടിയൊക്കെ വരും. ചില ദിവസങ്ങളിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഫീഷ്യലി അവധിയുള്ള ദിവസമായിരിക്കും. ഓക്കെ, ബാങ്ക് അവധി എന്നുള്ള ദിവസമായിരിക്കും. പക്ഷെ ഇവർക്ക് കളക്ഷൻ ഇറങ്ങേണ്ടി വരും. പ്രശ്നം എന്താ അറിയോ? ബാങ്ക് അവരുടെ മൈക്രോ ഫിനാൻസ് പറയത്തില്ല ഒഫീഷ്യലി അന്നത്തെ ദിവസം അവധിയാണെന്നുള്ളത്. ഓക്കെ, പക്ഷെ ഇവർക്കതെങ്ങനെങ്കിലും അത് രാവിലെ കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും.
രസം വെച്ചാൽ ഇവർക്ക് ഈ ഓട്ടത്തിനിടയ്ക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ, ബാങ്ക് എന്ത് ചെയ്യും? ബാങ്ക് എന്ത് പറയും? ഇന്നത്തെ ദിവസം അവധിയല്ലായിരുന്നോ, പിന്നെ അവൻ എന്തിനു പണിക്ക് പോയി? ആര് പറഞ്ഞു പണിക്ക് പോവാം? അവന് ആക്സിഡന്റ് ക്ലെയിമോ ഒന്നും കിട്ടത്തില്ല. ഐ മീൻ ഇതിന്റെ ഇവരായിട്ട് ഇൻഷുർ ചെയ്യുന്നുണ്ട് ഇവർക്ക്, അതുപോലും കിട്ടത്തില്ല. എന്തെങ്കിലും അപകടം സംഭവിക്കുകയോ മരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കിട്ടാനുള്ള ഒന്നും കിട്ടത്തില്ല. കാരണം അവനോട് ആര് പറഞ്ഞു പണിക്ക് പോകാൻ? അപ്പോൾ ഇതിനകത്ത് കുറേ റിസ്കുകളുണ്ട് ഈ ഒരു ജോലിക്ക് പോകുന്നതിനകത്ത്. ഓക്കെ, അതാണ് ആ ഒരു പാർട്ട്. അപ്പോൾ ഇതിനകത്ത് ഗവൺമെന്റിന് എന്തെങ്കിലും ഒരു ഇത് കൊണ്ടുവരാമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അല്ലാത്ത വർഷം ഇത് തുടർക്കഥയായിക്കൊണ്ട് തന്നെ ഇരിക്കും. ഈ ഗ്രൂപ്പ് ലോണിന്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുമ്പോൾ അതാണ്, പ്രത്യേകിച്ച് ഈടൊന്നും വെക്കേണ്ട. അതുകൊണ്ട് തന്നെ ആളുകളല്ലാതെ വാരി വലിച്ചെടുക്കും. പറഞ്ഞക്ക് ഒരു ഘട്ടം വരുമ്പോഴത്തേക്കും പൊട്ടും. ഈ നേരത്തെ പറഞ്ഞെങ്കിൽ ഒരു 10 പേരൊക്കെ അടങ്ങുന്ന ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അതൊക്കെ പൊട്ടി 4ഉം 2ഉം 1ഉം ഒക്കെ ആവാറുണ്ട്. ഓക്കെ, അത് മറ്റൊരു സത്യം. ഒരാളെ വെച്ചിട്ട് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് അത് വേറെ ക്ലസ്റ്ററിനകത്തൊക്കെ കയറ്റി വിടും. അങ്ങനെ ഒരു സംഭവമൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് എന്ത് ലോണാണെന്നുണ്ടെങ്കിലും അടയ്ക്കാൻ എന്തെങ്കിലും ഒരു മാർഗം കണ്ടുവച്ചതിന് ശേഷം മാത്രം അത് എടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ പണിക്ക് പോകണം എന്നുള്ള കാര്യം 2 വട്ടം 2 3 വട്ടം ചിന്തിച്ചതിന് ശേഷം മാത്രം ഇറങ്ങുക. ഓക്കെ, ബൈ.